ഹലോ സാജിക്കാണ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തപ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻറ്റ്, ഭയങ്കര സന്തോഷമായിട്ട് ഈ വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ നിൽക്കുമ്പോൾ. അപ്പം നമ്മൾ ഇത്രയും സന്തോഷത്തോടു കൂടി എങ്ങോട്ടാണ് കയറി ചെല്ലുന്നത് നോക്കുമ്പോൾ നമ്മളെ മേലേച്ചേളാർ സെഞ്ചുറി ഓഡിറ്റോറിയത്തിലേക്കാണ്. ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ മെഗാ മീറ്റപ്പ് ചെയ്യേണ്ട ചേളാരി 2025 ഏപ്രിൽ 26 ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ലേറ്റായി പോയി. അപ്പം നമ്മൾ പരിപാടി രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനാഗുറേഷനും മിനിസ്റ്ററും കളക്ടറൊക്കെ വന്നിട്ട് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തുന്നത് ഒരു 12:30 മണിയോട് കൂടിയാണ്. എപ്പം നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാലും എങ്ങനെയായാലും ലേറ്റ് ആയിട്ടാണ് എത്തിപ്പോവുക. അങ്ങനെ ഇവിടെ എത്തി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇനി അഥവാ നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ ആദ്യം തന്നെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ പോസ്റ്റർ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇവരായിരുന്നു നമ്മളെ ഗസ്റ്റുകൾ കേട്ടോ. അപ്പോൾ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് സ്റ്റേജിൽ. പിന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, റീൽസിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ട ആൾക്കാരും അതുപോലെ തന്നെ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് തമാശ പറഞ്ഞിട്ടും കളി പറഞ്ഞിട്ടും ട്രോളിയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ചമ്മലുണ്ടല്ലോ. അതിലുപരി അക്ഷരങ്ങളുടെയും ശബ്ദങ്ങളുടെയും ലോകത്ത് അറിയുന്നവരുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോഴുണ്ട് നമ്മളൊരു സന്തോഷം ഉണ്ടല്ലോ. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു ആ ഒരു മൊമെൻ്റ് കേട്ടോ. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ചില ആൾക്കാർ നമുക്ക് വീണ്ടും കണ്ടവരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൂടുമ്പോൾ സന്തോഷം കൂടുന്നതാണല്ലോ. കൂടുന്നല്ല, അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ. പിന്നെ നമ്മളൊരു പാഷൻ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണ ഒരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെടാതെ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ അടിച്ചേൽപ്പിക്കില്ല. നമ്മൾ സന്തോഷത്തിനും സമാധാനത്തിനും എന്താ പറയുക, നമ്മളൊരു ഹാപ്പി, നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് കിട്ടുന്നൊരു സന്തോഷം, അതിൽ വരുന്നൊരു കമൻറ്റിൽ കിട്ടുന്നൊരു സന്തോഷം, അങ്ങനെ കിട്ടുന്ന കാര്യത്തിന് നമുക്ക് കിട്ടുന്ന ചെറിയൊരു അംഗീകാരം, അത് തന്നെ ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഭയങ്കര ഒരു സന്തോഷമായിട്ട് ആ സ്റ്റേജിൽ കയറിയപ്പോൾ. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ എങ്ങനെ യൂട്യൂബിലേക്ക് എത്തിപ്പെടും. ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വരേണ്ട ഒരാളേ അല്ല. നമ്മളെ ജീവിതത്തിൽ പല തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിലൊരു സമയത്ത് ഞാൻ ചെറിയതായിട്ട് ടെൻഷൻ അടിച്ചൊരു സമയം, നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചന പൂണ്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ. അപ്പം അതൊന്ന് കര കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എൻ്റെ ഫ്രണ്ട്സാൾ, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫുകളൊക്കെ എന്നോട് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യും, ഒന്നെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൊക്കെ. അപ്പോൾ കുറേയൊക്കെ കൂളായി പോകുന്ന ഒരു പറഞ്ഞൊരു സമയത്ത് ഞാൻ എപ്പോഴും ഫോൺ അഡിക്റ്റ്. അന്നെങ്കിൽ സ്റ്റാർ മാജിക് കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെങ്ങനെ കാണും, കൺവെർത്തി ചിരിക്കും. വേറൊന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നി, അന്ന് നമ്മൾ യൂട്യൂബ് ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ ഒരു ടൈമിന്. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു 4 വർഷം മുമ്പ് യൂട്യൂബിലേക്ക് വന്നത്. അന്ന് സാധാ ഒരു ഫോണായിരുന്നു എൻ്റെ കയ്യിൽ, വലിയ സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു, എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്തോട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ പിന്നെ എനിക്ക് രണ്ടാമതൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കണം എന്നായി ചിന്ത. അങ്ങനെ പുതിയൊരു ഫോൺ വാങ്ങിച്ച് ബാക്കി 4-5 വർഷം ഞാൻ ആ ഒരു ഫോണിലേനി. പിന്നെ ഇങ്ങനെ ഒരു 5-6 മാസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിന്നു. പെട്ടെന്ന് ഞാൻ ഷോർട്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് അതിൽ പെട്ടെന്നാണ് ക്ലിക്കായപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാലും ഓടിപ്പാഞ്ഞ് കമൻ്റ് ഇടാൻ വരുന്ന, വീഡിയോ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. 2 വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള നാളുകളേനി കേട്ടോ. അത് എൻ്റെ സംസാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരം ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്കല്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെ സംസാരിക്കില്ല അതുപോലെയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും സംസാരിക്കുക. ഇപ്പം എങ്ങനെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ വർത്താനം എങ്ങനെയാണ്. പക്ഷെ ചിലർ കുറേ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ഷോർട്സൊക്കെ ചില നാട്ടിലുള്ളവർക്ക് എൻ്റെ ഭാഷ മനസ്സിലാവില്ല. അപ്പോൾ എന്നോട് പറയും, ഇത് എന്ത് ഭാഷയാണ്, ഇത് ഏതാ നാട് എന്നൊക്കെ ചോദിച്ച് ചെറിയ നെഗറ്റീവ് കമൻസ്. പക്ഷേ 80-90% പോസിറ്റീവാണ്. ഒരു 10% മാത്രമേ എനിക്ക് നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ളൂ. പക്ഷെ അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ, ബാക്കിയൊക്കെ നമ്മൾ സപ്പോർട്ടാണ്. അങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട്. പക്ഷെ ഇതിന് യൂട്യൂബിലേക്ക് വരുന്ന മുമ്പ് തന്നെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും വീഡിയോ എടുക്കും അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കും. അതൊരു മെമ്മറീസ് ആയിട്ട് ഞാൻ എപ്പോഴും ഗാലറി സൂക്ഷിക്കലുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് തന്നെ ഇതിലേക്ക് വന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്യൂബിലിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോസ് തന്നെ എടുത്തിട്ട് 2 വർഷം മുന്നത്തൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു രസമാണ്. നമ്മൾ ഗാലറി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഡിലീറ്റ് ആയി പോകും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇപ്പം ചെറുതായിട്ടെങ്കിലും നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കണമെങ്കിൽ പക്ഷെ നമ്മളെ ഫുൾ സപ്പോർട്ട് ഫാമിലി ആയാലും ഫ്രണ്ട്സാളായാലും എല്ലാവരായാലും. പക്ഷെ നമ്മളെ മാറി നിന്ന് കുറ്റം പറയുന്നവരുണ്ടേനോ എന്ന് എനിക്കറിയില്ല. അതൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുന്നോട്ടേക്ക് പോവുകയേ ചെയ്യുള്ളൂ. നമ്മളെ ഒരിക്കലും നമ്മൾ തളരാൻ പോകുന്നില്ല. ഇപ്പം നമുക്ക് ഏണിങ്സ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്.
അങ്ങനെ ചാനലൊക്കെ അടിപൊളിയായിട്ട് പോണ സമയത്താണ് നമ്മൾ അക്ഷയയിൽ ജോലിക്ക് കയറി കുറച്ച് മാസങ്ങൾ. അപ്പം ഭയങ്കര ബിസി ആയിപ്പോയി. അങ്ങനെ ആ ചാനൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതിനുശേഷം ഇനമോള് പ്രഗ്നൻ്റ് ആയി. അപ്പം നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് പ്രഗ്നൻ്റ് സമയത്ത് പിന്നെ ഡെലിവറി കഴിഞ്ഞെടുക്കുക. അങ്ങനെ അപ്പോൾ ഇനമോൾ 1 വയസ്സിന് ശേഷമാണ് ഞാൻ വീണ്ടും ചാനലും വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ആക്കിയിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. മാഷാ അല്ലാ ഇപ്പം ലൈഫിൽ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിലാണെങ്കിലും ചെറിയ യൂട്യൂബേഴ്സും വലിയ യൂട്യൂബേഴ്സും എല്ലാവരും ഉണ്ട്. അവിടെ എത്തിയിട്ട് ഒരു താരതമ്യേന ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, ഇത്രയും ഗംഭീരമായിട്ട് പരിപാടി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇതുപോലൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സും മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ റീൽസിലായിട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മൊമെൻ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കാണുമ്പോൾ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്കും. അങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കൂട്ട. ഇതുവരെ സാധിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതിന് പിന്നിൽ നമുക്ക് പ്രാവർത്തികമാക്കി തന്ന ഒരുപാട് അഡ്മിൻസ് ആയാലും വളണ്ടിയേഴ്സായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവർ 2 മാസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മൊമെൻ്റ് ഇപ്പോൾ നമ്മൾ കൺമുന്നിൽ യാഥാർത്ഥ്യമാക്കി തന്നിട്ടുള്ളത്. ഇതിന് സന്തോഷം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേജിൽ ജംഷീദ് മഞ്ചേരിയുടെ അടിപൊളി പാട്ടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഞാൻ വരെ എടുത്തു പോയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ക്രൗഡായിട്ട് എല്ലാവരും ഇളകിയിട്ട് എല്ലാവരും ഒരു താരതമ്യേന വ്യത്യാസം എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്നത്. ജംഷീദ് മഞ്ചേരിയുടെ ലാസ്റ്റത്തെ കലാശക്കൊട്ടാണ് കേട്ടോ. പിള്ളേരൊക്കെ നോക്കി എന്തോ ഒരു ഹാപ്പിയാണ്, അത്രയ്ക്ക് വൈബായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളി വൈബാണ് ലാസ്റ്റത്തെ. ഇത് കഴിഞ്ഞ ശേഷമാണ് 3 മണി ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊമെൻ്റോ വിതറി. ഇത്രയും പേർക്ക് മൊമെൻ്റോ കൊടുക്കണമെങ്കിൽ ഇത്തിരി ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അതും ഇന്നലെ രാത്രി വന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റേ ചെയ്ത് നിൽക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എടുത്തായതുകൊണ്ട് നമുക്ക് അത്ര പൊലിവില്ല. പക്ഷെ അത്രയും ദൂരത്തുനിന്ന് പരിപാടിക്ക് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പെട്ടെന്ന് മൊമെൻ്റോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് വേഗം പറഞ്ഞേക്കണമുണ്ട് കേട്ടോ. ഇടയിൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. എൻ്റെ ഇനമോള് അത്യാവശ്യം നല്ല കുറുമ്പിലായിക്കിട്ടുണ്ട്. നല്ല ഉറപ്പും പിന്നെ ഫീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ അലമ്പറ്റപ്പോൾ അവളെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം തന്നെ സ്റ്റേജിൽ ഒരു സൈഡിൽ നല്ല ഗാനമേള നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ മൊമെൻ്റോ വിതരണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോകാൻ നേരം വൈകിയാലൊക്കെ പെട്ടെന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇട്ടടാ നമുക്കും കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു മൊമെൻ്റ്. അതും നമ്മൾ സാബിതാത്താൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ സാബിതാത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നേരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത്തിരി നേരമ്പാട് അവിടെ ഇരുന്നിട്ട് വേഗം വീട്ടിൽ പോകാൻ വിചാരിച്ച് പുറത്തിറങ്ങിയതാട്ടാ. പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാട്ടാ. ഈ പച്ചക്കുപ്പായക്കാരൻ അടിപൊളി വൈബാണ്, ചില്ലാണ്, ഭയങ്കര സംസാരമായിട്ട് ഭയങ്കര ഒരു വൈബ്രേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഭയങ്കര രസമാണ് സംസാരമൊക്കെ കേൾക്കാൻ. ഇൻസ്റ്റയിൽ അടിച്ചു നോക്കിയാൽ മതി, ഷാ വോയിസ് ഇട്ട് അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ മഞ്ചേരിയിൽ എൻ്റെ ഫ്രണ്ടിന് കേട്ടോ മെഹബൂബാട്ട. ചാനൽ നെയിം മെഹബൂബാണ്. അടിപൊളി സ്റ്റിച്ചിങ്ങും വീഡിയോസ് ഇട്ടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവർ ഫാമിലിൻ്റെ കൂടെയാണ് പകുതി വഴി വരെ വന്നത് കേട്ടോ, കാടപ്പടി ഏരിയ കേട്ടോ. അവിടുന്ന് പിന്നെ ഓട്ടോ വലിച്ചിട്ട് നാട്ടിലേക്ക് പോകുന്നു. പിന്നെ നമ്മളെ കല്ലടപ്പാടത്ത് നല്ല അടിപൊളി ചായ കിട്ടുന്ന സ്പോട്ടുണ്ട്. അവിടുന്ന് നല്ല പൊരിക്കടിയും വെള്ളമൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഹാപ്പി ഡേ ആയിരുന്നു.